ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് നമുക്കൊരു ബട്ടർ കേക്ക് ഉണ്ടാക്കാം. ഓവനിലും സ്റ്റൗ ടോപ്പിലും വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ടിൻ റെഡിയാക്കി വെക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഷേപ്പിലുള്ള പാനായാലും കുഴപ്പമില്ല, പക്ഷേ 8 ഇഞ്ച് തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിനാദ്യം ഒന്ന് ഗ്രീസ് ചെയ്യണം. കുറച്ച് ബട്ടർ ഒന്ന് താഴെയും സൈഡിലും ഒക്കെ തേച്ച് കൊടുക്കാം. ഇത് ബട്ടർ പാക്ക് ചെയ്ത് വരുന്ന ആ കവറാണ് കേട്ടോ. നമ്മൾ അതിനകത്ത് നിന്ന് ബട്ടർ എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ അതിനകത്ത് ബാക്കി ഇരിപ്പുണ്ടാവും. അത് വെച്ചാണ് ഞാൻ ഗ്രീസ് ചെയ്യുന്നത്. ഇനി അതിനകത്ത് കുറച്ച് മൈദമാവ് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മതി. എന്നിട്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കാം. നമ്മൾ ബട്ടർ തേച്ചിരിക്കുന്ന കാരണം അതിൻ്റെ സൈഡിലും താഴെയൊക്കെ ആ മാവങ്ങ് പിടിച്ചിരിക്കും. മൈദയും സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു ബട്ടർ പേപ്പറും കൂടി വെക്കുന്നുണ്ട്. താഴെ മാത്രം, സൈഡിലില്ല, താഴെ മാത്രം ഒരു ബട്ടർ പേപ്പറും കൂടി വെക്കുന്നുണ്ട്. കേക്ക് ഒട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിൽ 1.5 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂണും 1/4 ടീസ്പൂണുമാണ്. രണ്ടും ബേക്കിംഗ് പൗഡർ തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ബേക്കിംഗ് പൗഡറും ഉപ്പും ഒക്കെ മാവിൽ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തു. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിൽ ഞാനിവിടെ 3/4 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആയിരിക്കണം. ഫ്രിഡ്ജിലിരിക്കുന്നതാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറ്റണം, എന്നാലേ നന്നായി ബീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിനകത്തോട്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുവാണ്. പഞ്ചസാര 1 കപ്പ് അളന്നെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ക്രീമായിട്ട് കിട്ടാനായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇനി ഒരു ബീറ്റർ വെച്ചിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 15 മിനിറ്റ് ബീറ്റ് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ബട്ടർ കേക്കിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല, പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എത്രത്തോളം നമ്മൾ ഈ പഞ്ചസാരയും ബട്ടറും ബീറ്റ് ചെയ്യുന്നോ കേക്ക് അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കേക്ക് ഈ ബീറ്റർ ഇല്ലാതെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കൈവച്ച് ഒരു വിസ്ക് വെച്ച് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ അറിയാമല്ലോ 15 മിനിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത്. ഇപ്പോൾ ഈ പഞ്ചസാരയും ബട്ടറും ഒരു മഞ്ഞ കളറിലല്ലേ ഇരിക്കുന്നത്. ഇത് നമ്മൾ 15 മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ല വെള്ള കളറിലാവും. അതുപോലെ നല്ലൊരു ക്രീം പോലെ ആവും. നമ്മൾ ഈ ബട്ടർ ക്രീം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള പോലെ ഒരു വെള്ള കളറിലുള്ള ക്രീം പോലെ ആവും. അതുവരെ ഇത് ബീറ്റ് ചെയ്യണം. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റർ ഓഫ് ആക്കിയിട്ട് ഒരു സ്പൂൺ വെച്ച് സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് കറക്റ്റ് 15 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്തെടുത്തു. അതിൻ്റെ കളർ കണ്ടോ, നല്ല വെള്ള കളറിലായിട്ടില്ലേ? അതുപോലെ കണ്ടില്ലേ, ഇതുപോലെ നല്ലൊരു ക്രീമായിട്ട് വരും. ഇങ്ങനെ ആവണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നിങ്ങളിത് ബേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്ന് ചെയ്തു വെക്കണം. ഞാനിന്ന് സ്റ്റൗ ടോപ്പിൽ ഒരു പാനിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇടണം. ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ടാണത് ബേക്ക് ചെയ്യുന്നത്. കേക്ക് ടിൻ കറക്റ്റായിട്ട് വെക്കാൻ പറ്റുന്ന സൈസിലുള്ള ഒരു പാത്രം എടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപ്പൊന്നും ഇടുന്നില്ല. ജസ്റ്റ് പാൻ ചൂടാക്കി താഴെ ഒരു റിങ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ഒരു 1 ഇഞ്ച് കനത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പക്ഷെ അത് നിർബന്ധമില്ല കേട്ടോ. ഉപ്പിടാതെ ബേക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വലിയ പ്രഷർ കുക്കർ ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു റിങ് വെക്കുവാണ്, ഒരു സ്റ്റീൽ റിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പാത്രം വെച്ചാലും മതി. ഇതിനെ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാൻ ബട്ടറും പഞ്ചസാരയും കൂടെ ക്രീം ചെയ്ത് വെച്ചതിലോട്ട് 4 മുട്ട ചേർക്കാൻ പോവാണ്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. അതായത് ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ടയാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറ്റിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഓരോ മുട്ടയായിട്ട് ചേർത്തിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യാൻ പോകുന്നത്. ഒത്തിരി സമയം വേണ്ട. ഓരോ മുട്ടയും ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് അതിനകത്തോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവണം, അത്രയും മതി. അപ്പോൾ മുട്ടയെല്ലാം ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഒഴിക്കുന്ന സമയത്ത് അതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ പിരിയുന്ന പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും.
ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം റെഡിയാക്കി വെച്ച മൈദ മാവ് ചേർക്കാം. കുറച്ചായിട്ട് ചേർത്തിട്ട് പതുക്കെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബീറ്റർ എപ്പോഴും ചെറിയ സ്പീഡിൽ ഇട്ടാൽ മതി, ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ആ മാവ് ജസ്റ്റ് അതിനകത്തൊന്ന് നന്നായി മിക്സ് ആവണം, അത് മാത്രം മതി. ഒത്തിരി ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് സോഫ്റ്റ് ആവത്തില്ല. അപ്പോൾ കുറച്ചായിട്ട് മാവ് ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ബീറ്റർ ഇല്ലാതെ കൈവച്ചാണ് ചെയ്യുന്നതെങ്കിലും പതുക്കെ ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ മാവെല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് പാല് ചേർക്കണം. 1/3 കപ്പ് അല്ലെങ്കിൽ 80 ml പാലാണ്. ചൂട് പാലോ തണുത്ത പാലോ ഉപയോഗിക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം, അതായത് സാധാ ടെമ്പറേച്ചറിലുള്ള പാല്. അതും കൂടി ഇതിനകത്ത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി. അപ്പോൾ പാല് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണേ. ഒന്ന് റൗണ്ടാക്കി എടുത്ത് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. അതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോവും. അപ്പോൾ ഒരു 4-5 തവണ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ രീതിയിലൊന്ന് ചെയ്യണം. കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 3-4 തവണ ഒന്ന് ടാപ്പ് ചെയ്യണം. എയർ ബബിൾസ് കൂടുതലുള്ളത് പോവാനും പിന്നെ മാവൊന്ന് ലെവലാവാനുമായിട്ടാണ്. നമുക്ക് നേരത്തെ ചൂടാക്കിയിട്ട പാനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ആ റിങ്ങിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. ഇതിനി ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിലിട്ടിട്ട് ഏകദേശം 25 മുതൽ 30 മിനിറ്റ് വരെ എടുക്കും. ഒരു 25 മിനിറ്റൊക്കെ ആകുമ്പോൾ നിങ്ങളൊന്ന് തുറന്ന് നോക്കണം. ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ച് കുത്തി നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് റെഡിയാണ്. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി ബേക്ക് ചെയ്താൽ മതി. ഇനി ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഏകദേശം 25 മുതൽ 30 മിനിറ്റ് വരെ തന്നെ എടുക്കും. ഇത് നിങ്ങൾ ഓവനിൽ ബേക്ക് ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ബേക്ക് ചെയ്യാം. ഇപ്പോൾ 25 മിനിറ്റ് ആയി, കണ്ടോ കേക്ക് കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. നിങ്ങളിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ മുകളിലും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരും. ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ക്ലിയർ ആയിട്ട് വരണം. ഇതിൻ്റെ സൈഡിലൊക്കെ നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിൽ ചെയ്യുമ്പോൾ മുകളിൽ ഈ വെള്ള കളറിലേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്കിനി പാനിൽ മാറ്റി ചൂട് മാറാനായിട്ട് വയ്ക്കാം. എപ്പോഴും കേക്കിൻ്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ കേട്ടോ. ചെറിയ ചൂട് പോലും പാടില്ല. കാരണം ചെറിയ ചൂടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പം ചേർത്ത മുട്ടയുടെയൊക്കെ ടേസ്റ്റ് വല്ലാതെ അറിയാൻ പറ്റും. ഒരുപാട് പേര് ഇത് ഡൗട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ കേക്ക് എപ്പോഴും നന്നായി തണുത്തതിന് ശേഷം മാത്രം കഴിച്ചാൽ ചേർത്ത മുട്ടയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒരു 3-4 മണിക്കൂറായി കേട്ടോ. ഇനി നമുക്കത് പാനിൽ നിന്ന് മാറ്റാം. ആദ്യം സൈഡ് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പാനിൽ നിന്ന് മാറ്റിയാൽ മതി. താഴെ ബട്ടർ പേപ്പർ ഉള്ളതുകൊണ്ട് ഒട്ടും ഒട്ടി പിടിക്കത്തില്ല. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ നല്ല സോഫ്റ്റാണ്. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഇത് ഐസിങ് ഒന്നും ഇല്ലാതെ വെറുതെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കേക്കെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ അടിപൊളിയായിട്ടില്ലേ. നമ്മൾ ഓവനില്ലാതെ ബേക്ക് ചെയ്താണെന്ന് പറയില്ല, അത്ര ടേസ്റ്റാണ്, അത്രയ്ക്ക് സോഫ്റ്റുമാണ്. കണ്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ.